എമ്പുരാൻ എന്ന സിനിമ, അതിനെക്കുറിച്ചുള്ള വാതോരാത്ത പ്രഘോഷണങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ പരാതികളും പരാമർശങ്ങളും വിമർശനങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമ കാണാത്തവരിൽ നിന്നാണ്. ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല, എന്നാൽ കേട്ടത് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ. സിനിമയിൽ മതതീവ്രവാദമുണ്ട്, സിനിമയിൽ പറയുന്ന പല ഭാഗങ്ങളും തെറ്റാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗുജറാത്തിൽ ഒരു കലാപമേ നടന്നിട്ടില്ല, 2000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ല, അവിടെ ഗർഭിണിയുടെ വയറ് കീറി പിഞ്ചു കുഞ്ഞിനെ പുറത്തെടുത്തിട്ടില്ല, നരോദാ വാഡ്യ കൂട്ടക്കൊല നടന്നിട്ടില്ല. ഇങ്ങനെ പലതരം. ഗോദ്രയിൽ എന്താണ് നടന്നത്? ഗോദ്രയിൽ തീവണ്ടിക്ക് തീ വെച്ചതുകൊണ്ടാണ് കലാപമുണ്ടായത് എന്ന് വേറൊരു കൂട്ടർ. യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് സിനിമ കാണുകയും അതിനനുസരിച്ച് ഒരു വിമർശനം നടത്തുകയും ചെയ്യുമ്പോൾ അതിനൊരു അർത്ഥമുണ്ടാകുമായിരുന്നു. ഈ വിമർശകന്മാരും വിദൂഷകന്മാരുമൊക്കെ ആലോചിക്കേണ്ട ഒരു ചെറിയ വസ്തുതയാണിത്. കാര്യങ്ങൾ സത്യസന്ധമായി പറയണമെങ്കിൽ, ഒരു ചലച്ചിത്രത്തെ നിരൂപണം ചെയ്യണമെങ്കിൽ അത് കാണുക എങ്കിലും വേണം മിനിമം. എന്നാൽ അത് കാണാതെ അതിനെ വിമർശിക്കുന്ന ഒരു സമ്പ്രദായം രൂപപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഹിന്ദുത്വവാദികൾക്ക് ഇതിനെ വിമർശിക്കുമ്പോൾ ഇതൊന്നും വേണമെന്നില്ല. ബാബു ബജരംഗി എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഞാൻ 100 കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്, കുത്തിക്കൊന്നിട്ടുണ്ട്, വെട്ടിക്കൊന്നിട്ടുണ്ട്, ചുട്ടുകൊന്നിട്ടുണ്ട് എന്നൊക്കെ ഒളിക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ള ബാബു ബജരംഗിയുണ്ട്. ഇതേ ബാബു ബജരംഗി കലാപശേഷം വലിയ നേതാവായി മാറുന്നു, ദേശീയ നേതാവായിട്ട് മാറുന്നു. ആ ദേശീയ നേതാവിനെ, കൊലപാതകങ്ങൾ നടത്തുന്ന ആളിനെ, അട്ടിമറികൾ നടത്തുന്ന ആളിനെ, ബോംബുകൾ വെക്കുന്ന ആളിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി സംഘീയ വിരുദ്ധ വോട്ടുകൾ നേടി അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ആ പാർട്ടി തന്നെ ഉപേക്ഷിച്ച് വേറൊരു പാർട്ടി ഉണ്ടാക്കി. അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലുള്ള മുഖ്യമന്ത്രിയും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണം, അതിനെ തുരത്തുന്നത്, ഇല്ലാതാക്കുന്നത്, അതിനെ നേരിടുന്നത് മോഹൻലാൽ എന്ന കഥാപാത്രമായിപ്പോയി. എങ്ങനെ നേരിടുന്നു? അയാൾ ബോംബ് പൊട്ടിക്കുന്നുണ്ട്, അയാൾ വെടിവെക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, കൊന്നിട്ടാണ് തീർക്കുന്നത്. ബാബു ബജരംഗിയൊക്കെ കൊന്നാണ് തീർക്കുന്നത്, അയാളുടെ സംഘത്തെയും നശിപ്പിച്ചിട്ടാണ് തീർക്കുന്നത്. മോഹൻലാൽ ആൻറ്റി സംഘിയായിട്ട് ഇവിടെ ചിത്രത്തിൽ വരുന്നു എന്നത് ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവരാണ് ഈ ചിത്രത്തിനെതിരെ പരാതി പറഞ്ഞത് എന്ന്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരാണ് പറഞ്ഞത് എന്ന് പറയുന്ന മോഹൻലാലിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയുന്ന ഈ വിഭാഗത്തിനും അതൊരു പക്ഷേ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അവരുടെ ഒരു രഹസ്യം വെളിപ്പെട്ടു എന്ന ഒരു ആക്ഷേപം ഉണ്ടാവുകയും മോഹൻലാലിനെ നിർബന്ധിച്ച് കുറച്ച് ഭാഗങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തു. എന്തൊക്കെ വെട്ടിമാറ്റിയാലും ഈ സിനിമ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവന് എല്ലാ ആയുധങ്ങളുമുണ്ട്, വിമാനമുണ്ട്, ഹെലികോപ്റ്ററുണ്ട്, തോക്കുകൾ ഇഷ്ടം പോലെയുണ്ട്, മെഷീൻ ഗണ്ണുകൾ ആവശ്യത്തിലേറെയുണ്ട്, ബോംബുകൾ ടപ്പ് എന്ന് പറഞ്ഞ് റിമോട്ട് കൺട്രോൾ വെച്ച് പൊട്ടിക്കുന്ന ബോംബുകൾ എല്ലാം ഉണ്ട്. മുസ്ലിം തീവ്രവാദവും അതുപോലെ തന്നെ എതിർക്കപ്പെടുകയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആളുകളെ റിക്രൂട്ട് ചെയ്ത് അഫ്ഗാനിലേക്കൊക്കെ കൊണ്ടുപോകുന്നതും ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക മതവിഭാഗത്തോടുള്ള ആഭിമുഖ്യമോ പ്രത്യേക മതവിഭാഗത്തോടുള്ള എതിർപ്പോ ഒന്നുമല്ല ഈ ചിത്രത്തിൽ കാണിക്കുന്നത്, മൊത്തത്തിലാണ്. പക്ഷേ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഗുജറാത്തിൽ ഗോദ്ര കത്തിച്ചത് അത് മുസ്ലിങ്ങളായിരുന്നു, അത് മുസ്ലിം ഭീകരവാദമായിരുന്നു തീവണ്ടി കത്തിച്ചത് എന്നൊക്കെ പറയും. അതൊന്നും അല്ല എന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 കമ്മീഷനുകളെങ്കിലും കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ ഭരിക്കുന്നത്. അതിന് അവർക്ക് ഉപയുക്തമായത് ഈ ഒരു കലാപമായിരുന്നു എന്നതിന് ആർക്കും സംശയമുണ്ടാകും എന്ന് തോന്നുന്നില്ല. അത് ഈ ചിത്രത്തിൻ്റെ ഒരു വശമാണ്. ഈ ചിത്രത്തിന് വേറെയും ചില വശങ്ങളുണ്ട്. അത് തികച്ചും നിഗൂഢമായ വശങ്ങളാണ്. ആരാണ് ഈ ചിത്രത്തിന് ഫണ്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഗോകുലം ഗോപാലനുണ്ട്. ഗോകുലം ഗോപാലിനിപ്പോൾ ED പരിശോധനയും ഇൻകം ടാക്സ് റെയ്ഡും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് ഈ ചിത്രത്തിൽ പണം മുടക്കിയതിൻ്റെ ഭാഗമാണോ അല്ലേ എന്നത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പോകട്ടെ. അതുപോലെ തന്നെ ശുഭാസ്കരൻ കൂടാതെ ചെന്നൈയിലുള്ള ഒരു കമ്പനി ഇതിൽ മുതൽ മുടക്കിയിട്ടുണ്ട്. മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ കമ്പനി അതും ഇതിൽ മുതൽ മുടക്കിയിട്ടുണ്ട്. ലൂസിഫറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരുപാട് അടയാളങ്ങൾ, ചിഹ്നങ്ങൾ ഒക്കെ ഇതിൽ ഈ ചിത്രത്തിൽ എമ്പുരാനിലും കാണുന്നുണ്ട്. അതിൽ ഒന്ന് പല സ്ഥലത്തും നാട്ടിവെച്ച കുരിശുകളാണ്. പക്ഷെ ആ കുരിശൊക്കെ പലതും വെച്ചിട്ടുള്ളത് നേർക്ക് നേരെയല്ല, തല തിരിച്ചാണ്. അതായത് ഒരു ചെകുത്താനാണ് ലൂസിഫർ എന്ന് പറഞ്ഞാൽ പിശാചാണ്. അപ്പം ദൈവത്തെക്കാളും വലിയവനല്ല, രാജാവിന് തൊട്ടു മുകളിൽ എന്നാൽ ദൈവത്തിന് താഴെ, അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവിടെയാണ് എമ്പുരാൻ ഇരിക്കുന്നത്. എമ്പുരാന്റെ സ്ഥാനം ഒട്ടും മോശമല്ല. എമ്പുരാൻ പണ്ട് ഒരു മാലാഖയായിട്ട് ഭൂമിയിലേക്ക് ഇറക്കി ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താനും സുജൂദ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ അത് പറ്റൂല, ഞാൻ അഗ്നി കൊണ്ട് നിർമ്മിച്ച ഞാൻ എങ്ങനെയാണ് മണ്ണ് കൊണ്ട് നിർമ്മിച്ച മനുഷ്യന് മുമ്പിൽ മുട്ടുകുത്തുക, കുമ്പിടുക എന്ന് ചോദിച്ചതുകൊണ്ട് ആ ഒരു ധിക്കാരത്തിന് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ആളാണ് ബൈബിളിലും ഖുറാനിലും ഒക്കെ തന്നെ. അതുപോലെ സെമിറ്റിക് മതഗ്രന്ഥങ്ങളിൽ ഈ പിശാജ് അല്ലെങ്കിൽ ലൂസിഫർ, അതല്ലെങ്കിൽ ഇബ്ലീസ്, ഈ കഥാപാത്രം ഇരുട്ടിൻ്റെ പുത്രൻ, ആ കഥാപാത്രത്തെ ഏറെ വാഴ്ത്തുകയാണ്. എമ്പുരാനെ ഒരുപാട് വാഴ്ത്തുന്നുണ്ട്. എംപയർ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യ അധിപൻ. ആ സാമ്രാജ്യ അധിപൻ അത് അപ്പോൾ ലോകത്തെ ഭരിക്കുന്നത് ഈ ഒരു പിശാചാണ് എന്നാണ് ഇതിൽ വരുത്തി തീർക്കുന്നത്. അതിൻ്റെ അടയാളങ്ങൾ ധാരാളമുണ്ട്. തുറിച്ചു നോക്കുന്ന കണ്ണ്, പിന്നെ ഒരുപാട് അടയാളങ്ങളുണ്ട്. പെൻഡഗൺ തിരിച്ചു വെച്ചത്, ഇങ്ങനെ ധാരാളം അടയാളങ്ങൾ, ദുരൂഹമായ പല പരാമർശങ്ങളും അതുപോലെ തന്നെ ഇതിൽ വരുന്നു. ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഗതിയുണ്ട്, അല്ലെങ്കിൽ വിമർശന വിധേയമാവേണ്ടിയിരുന്നിട്ടും ആവാതെ പോയ ഒരു കാര്യം എമ്പുരാനിൽ കാണുന്നത് അതിൻ്റെ അവസാനത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. ആ ഗാനം പാടുന്നത് മരണത്തിൻ്റെ മാലാഖ. ആ മരണത്തിൻ്റെ മാലാഖയെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന ഒരു ഗാനമാണ് അവസാനം, ഈ സിനിമയുടെ അവസാനം കാണിക്കുന്നത്. അതിലെന്താണ് പറയുന്നത്? മരണത്തിൻ്റെ മാലാഖയെ വാഴ്ത്തുന്നു. അതുപോലെ തന്നെ നരകത്തിൻ്റെ ഖലീഫ, ജഹന്നമിൻ്റെ കാവൽക്കാരൻ, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ പാട്ട് മുന്നോട്ട് പോകുന്നത്. സമാൻ, വാർലോഡ്സ് എന്ന് പറഞ്ഞാൽ യുദ്ധപ്രഭുക്കന്മാർ. അതുണ്ട്, ആഫ്രിക്കയിലുണ്ട്, റഷ്യയിലുണ്ട്. അത് എണ്ണക്കിണറുകൾ പിടിച്ചെടുക്കാനുള്ള, സ്വർണ്ണഖനികൾ പിടിച്ചെടുക്കാനും കയ്യിൽ വെക്കാനുമുള്ള വാർലോഡ്സ്, അവർ തമ്മിലുള്ള യുദ്ധം ഒക്കെ നടക്കുന്നുണ്ട്. അതിന് സമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ തീയാളുന്ന ദേവ എന്നാണ് ഈ ഒരു ചെകുത്താനെ വിശേഷിപ്പിച്ച് പാട്ട് പാടുന്നത്. തീയാളുന്ന ദേവ, തമോലോക ദേവ എന്ന് വിളിക്കുന്നുണ്ട്, വാഴും ഷഹിൻഷാ എന്ന് വിളിക്കുന്നുണ്ട്, ഖിയാമത്തിൻ്റെ അധിപ എന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ അസ്രായിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം ഇതിൻ്റെ പേര് അസ്രായിൽ എന്നായിരിക്കും. മരണത്തിൻ്റെ മാലാഖക്ക് ബൈബിളിലും ഖുറാനിലും ഒക്കെ പറയുന്ന പേര് അസ്രായിൽ എന്നാണ്. സിനിമയിൽ ഈ പിശാചിനെ സ്റ്റീഫന അല്ലെങ്കിൽ ഖുറൈശി, അബ്ര ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്ന വേറൊരു വിശേഷണമുണ്ട്, സ്വർഗം തേടാത്ത താരം. അപ്പോൾ അയാൾ നരകത്തിലേക്ക് തന്നെ പറഞ്ഞുറപ്പിച്ച് ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ വഴികേടിലാക്കാൻ വന്നിട്ടുള്ള ഇബ്ലീസ്, അതാണ് ലൂസിഫർ എന്ന് പറയുന്നത്. പിശാചിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പിശാചിനെ വാഴ്ത്തുന്ന ഒരു ഗാനമാണിത്. അതിലെഴുതി കാണിക്കുന്നുണ്ട്, ഡെവിൾ യു നോ ഈസ് ബെറ്റർ ദാൻ ഗോഡ് യു ഡോണ്ട് നോ. നിങ്ങൾക്ക് അറിയാത്ത ദൈവത്തേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അറിയുന്ന പിശാചാണ് എന്ന് പറയുന്നു. പൃഥ്വിരാജിന് ഇത്തരം ദുരൂഹ കാര്യങ്ങളോട് എന്തോ ഒരു പ്രത്യേക പ്രതിപത്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സിനിമ. അത് പറയാൻ കാരണം
ലൂസിഫറിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, ലൂസിഫറിലതാണ് അത് കൃത്യം. ഈ ഇല്ലുമിനിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഏറെ ലൂസിഫർ 2019 പുറത്തിറങ്ങിയപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. മെമ്മറീസ്, സെവൻത് ഡേ തുടങ്ങിയ പൃഥ്വിരാജിൻ്റെ സിനിമകളിലും ഇതുപോലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആളുകളെ പിശാചിലേക്ക് കൊണ്ടുപോകുന്ന പല സൂചനകളും അതിലുണ്ട്, സിമ്പലുകളും ഉണ്ടായിരുന്നു. എമ്പുരാനിൽ 2A ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ 2A ചുവപ്പ് നിറത്തിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് വ്യതിരിക്തമായി എടുത്തു കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം L ഷേപ്പിൽ നിന്നിട്ട് എമ്പുരാൻ എന്ന് എഴുതുമ്പോൾ അതിന് കുറേ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് സാത്താൻ സ്തുതി എന്ന് അർത്ഥം വരുന്ന എൽ ആന്തം എന്നുള്ളതാണ്. അതുകൂടാതെ ലൂസിഫറിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമ്പറുകൾ, കാറിന് കൊടുത്ത നമ്പർ അതെല്ലാം തന്നെ 666. അതേ കാറ് നമ്മുടെ ഈ ചിത്രത്തിൽ എമ്പുരാനിലും ഉണ്ട്. മഞ്ജു വാര്യർ കയറി പോകുന്നതും നമ്മൾ പലതും അതിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ട് പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ ഇത്തരം ചിഹ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നൊരു ചോദ്യം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വ്യാപകമായി നടക്കുന്നുമുണ്ട്. മാത്രമല്ല, എമ്പുരാൻ്റെ ടീസർ ഇറക്കിയിട്ടുള്ളത് അർദ്ധരാത്രിയാണ്. അതൊക്കെ പ്രത്യേകിച്ച് ഈ പിശാചിൻ്റെ സമയം നോക്കിയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ബൈബിൾ ഉദ്ധരിക്കുന്നുണ്ട് ധാരാളമായിട്ട്, പക്ഷെ ആ വാചകങ്ങളൊന്നും ബൈബിളിൽ യഥാർത്ഥത്തിലില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ തന്നെ ആദം ജോൺ, അതുപോലെ യസ്ര, രോമാഞ്ചം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രോമാഞ്ചത്തിലുള്ള ഓജോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതിലും ഈ ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പിശാചാണ് നല്ലത് എന്ന് വരുത്തി തീർക്കുകയും ലോകം പിശാചിൻ്റെ കീഴിലാവട്ടെ എന്ന് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പ്രവചിക്കുകയും ചെയ്യുന്ന സംഗതികൾ കാണാൻ കഴിയും, ഉടനീളം കാണാൻ കഴിയും. അങ്ങനെ പിശാചിൻ്റെ കീഴിലേക്ക് വരുന്നത് കൊണ്ടാണോ ഇപ്പോൾ ഇല്ലുമിനേറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ലുമിനേറ്റ് എന്ന് പറയുമ്പോൾ അതിലാരൊക്കെ ഉണ്ട്? ട്രംപിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ, അങ്ങനത്തെ ലോകം ഭരിക്കുന്ന ആളുകൾ ഒക്കെ ഈ ഇല്ലുമിനേറ്റിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പല പ്രചരണങ്ങളുമുണ്ട്. അതുപോലെ ഇലോൺ മസ്ക്, ഇങ്ങനെയുള്ള ലോകത്തിനെ പല രീതിയിൽ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അതിനും കാരണങ്ങളുണ്ട്. ജിമെയിൽ എന്ന് എഴുതുന്നത്, ഗൂഗിൾ എന്ന് എഴുതുന്നത്, ഫേസ്ബുക്ക് എന്നൊക്കെ കുരിശ് തല തിരിച്ചിട്ട് ആണ് അതിലുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ ഈ ഇല്ലുമിനേറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അടയാളങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സാത്താൻ്റെ അടയാളങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. കൊക്കക്കോളയിൽ, പെപ്സിയിൽ, ഇതിലൊക്കെ. സ്റ്റോപ്പ് പീസ് എന്നാണ് പെപ്സിയുടെ അർത്ഥം എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു കാര്യമുണ്ട്, ഈ സാത്താൻ്റെ പരാമർശങ്ങളുണ്ട് എന്നാണ് പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ അടുത്ത കാലത്തിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു ബ്രോ ഡാഡി എന്നുള്ളത്. ബ്രോ ഡാഡിയിൽ തൻ്റെ ഭാര്യയുടെ ഗർഭം അലസിപ്പിക്കാൻ വരുന്നുണ്ട് പൃഥ്വിരാജ്. അവിടെയും ഈ ഒരു കാര്യമുണ്ട്. അയാളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ പേരിലുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. 17-ാം നൂറ്റാണ്ട് മുതൽ ലോകത്ത് പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇല്ലുമിനേറ്റ് എന്ന് പറഞ്ഞ വളരെ കുറഞ്ഞ ആളുകൾ, അതും ക്രൈസ്തവ മതവിശ്വാസികൾ തന്നെ, സഭകൾക്കെതിരായിട്ട്. സഭകളുടെ അതിക്രമങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു 17-ാം നൂറ്റാണ്ടിൽ. ആളുകളെ കൊല്ലുമായിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നതിന് പകരം ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ ചുട്ടുകൊല്ലുന്ന സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ, സോക്രട്ടീസിനൊക്കെ കൊന്ന ധാരാളം സംഭവങ്ങൾ അന്ന് സഭാധിപന്മാരും ഭരണാധിപന്മാരും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട്. ആ അതിക്രമങ്ങൾക്കെതിരെ രൂപീകരിക്കപ്പെട്ട ബുദ്ധിമാന്മാരുടെ അല്ലെങ്കിൽ വിവേകശാലികളുടെ ഒരു രഹസ്യ സംഘടനയായിരുന്നു ഇല്ലുമിനിറ്റി എന്ന് ആണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നീട് അത് മാറി വന്നിട്ട് ചെകുത്താൻ്റെ പ്രസ്ഥാനമായി മാറി. കാരണം ലോകത്ത് ഒരുപാട് അക്രമങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട്. ഇവരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം ആയുധക്കച്ചവടത്തിലൂടെയാണ് ഇവർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വിശദീകരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാവിഞ്ചിയൊക്കെ ഇല്ലുമിനിറ്റിയുടെ വക്താവായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഭാവിയിൽ ലോകത്തിൻ്റെ പുതിയ ഭാവി, ന്യൂ വേൾഡ് ഓർഡർ, പുതിയ ലോകക്രമം വരുന്നു എന്ന് കുറച്ചു കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്.
ആ പുതിയ ലോകക്രമത്തിൻ്റെ രൂപീകരണം ഈ ഇല്ലൂമിനേറ്റുകളുടെ വകയായിരിക്കും. അവരായിരിക്കും അത് എഴുതിയുണ്ടാക്കുക. ആ എഴുതിയുണ്ടാക്കുന്നതിനനുസരിച്ച് ലോകത്തുള്ള ഭരണാധിപന്മാരെ ചലിപ്പിക്കും. കാരണം ട്രംപ് അതിൽ പങ്കുള്ളതുപോലെ വേറെയും ഒരുപാട് പ്രമുഖരായ ഭരണാധികാരികൾ ഇതിൽ പങ്കാളികളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അവരൊക്കെ കൂടി തീരുമാനിച്ച് പുതിയ ലോകക്രമം നടപ്പിലാക്കുമ്പോൾ അത് പിശാചിൻ്റെ ലോകക്രമമായിരിക്കും എന്നതാണ് ഇതിന് വന്നു ചേർന്നിട്ടുള്ള പുതിയ പ്രവചനങ്ങൾ. അങ്ങനെ തികച്ചും പ്രതിലോമപരമായ ആശയങ്ങൾ, തികച്ചും നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ. ഇപ്പോൾ കുരിശ് നേർക്ക് നേരെ വെക്കേണ്ടതിന് പകരം തലതിരിച്ചു വെക്കുക എന്ന് പറയുന്നത്, പെൻറ്റഗൺ തലതിരിച്ചു വെക്കുക എന്ന് പറയുന്നത്, കൂമൻ്റെ കണ്ണുകൾ കാണിക്കുന്നത്, ഇതെല്ലാം തന്നെ നൽകുന്ന ദുസ്സൂചനകൾ, ദുർമന്ത്രവാദത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് പറയുന്ന അത് നൽകുന്ന ദുസ്സൂചനകൾ. അതും നമ്മുടെ നടന്മാരും കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളും നടന്മാരും തമ്മിലുള്ള ബന്ധമെന്ത്? അവർക്ക് എന്താണ് ഇതിൽ താല്പര്യം? പൃഥ്വിരാജിന് എന്താണ് ഇതിൽ താല്പര്യം? മോഹൻലാലിന് എന്താണ് ഇതിൽ താല്പര്യം? ആ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അത് ചോദിക്കുന്നതിന് പകരം ക്രൈസ്തവ സഭകൾ ഈ സിനിമയെ എതിർക്കുന്നില്ല. ക്രൈസ്തവ സഭകൾ സിനിമ കുഴപ്പമില്ല എന്നാണ് പ്രധാനപ്പെട്ട സഭകൾ പറഞ്ഞിരിക്കുന്നത്. ചിലർ എതിർക്കുന്നത്, ക്രിസംഖ്യകളും കാസയും എതിർക്കുന്നുണ്ട്. അത് RSS സിനിമ എതിർക്കുന്നത് കൊണ്ടും അത് RSSന് സിനിമ വിരുദ്ധമാണ് എന്നതുകൊണ്ടും അത് നമ്മുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ അവരെങ്ങനെ വളർന്നു വന്നു, അവരെങ്ങനെ ഒരു കലാപം ഉണ്ടാക്കി മുകളിലേക്ക് വന്നു, അവർ പ്രതികളായ കേസുകൾ എങ്ങനെ ഒതുക്കി തീർത്തു, അവരെങ്ങനെ ജയിൽ മുക്തരായി, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ചിലർ ജയിലിൽ എങ്ങനെ പോവാതെ കഴിച്ചു, ചിലരെങ്ങനെ അന്വേഷണം അട്ടിമറിച്ചു, ഗോത്ര അന്വേഷണം ആരെ അട്ടിമറിച്ചു, നാനാവധി കമ്മീഷനെ എങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നു, ഇതൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെയുള്ള എതിർപ്പുണ്ടാവാം. പക്ഷേ ഈ പോയിന്റിലേക്ക് ഞാനീ പറയുന്ന എന്താണ് ഇസ്രായേൽ, എന്താണ് പിശാചിനെ വാഴ്ത്തുന്നത്, അത് ക്രൈസ്തവ സഭകളെ എങ്ങനെ ബാധിക്കും, ക്രിസ്തുമതത്തെ എങ്ങനെ ബാധിക്കും, ഇതിലേക്ക് ഒന്നുകിൽ അവർ ചിന്തിക്കുന്നില്ല, അതല്ലെങ്കിൽ ആളുകൾ അപ്രകാരം ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ച് മൗനം അവലംബിക്കുന്നു. രണ്ടിലൊരു സംഭവം ഇതിൽ നടക്കുന്നുണ്ട്. എന്നാൽ വിപരീത ദിശയിൽ ചിന്തിക്കുന്ന ആളുകളും റബലുകളായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ കാര്യമായിട്ട് ഇത് ചിന്തിച്ച് തുടങ്ങിയിട്ടുമുണ്ട്.